ആപ്കി അദാലത്തിൽ ക്രിക്കറ്റ് സ്റ്റാർ ഹർഭജൻ സിംഗിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹത്തിന് വളരെ വേഗം ദേഷ്യം വരുന്നു എന്നുള്ളതാണ്. ഹർഭജൻ ക്രിക്കറ്റിന്റെ ചരിത്രം എഴുതുന്ന സമയത്ത് ഫീൽഡിൽ ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെടുന്ന വ്യക്തി ഹർഭജനാണെന്ന് എഴുതാനുള്ള സാധ്യതയുണ്ടോ? എന്താണ്? ഇല്ല സാർ, എന്നേക്കാൾ അധികം ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ എന്നേക്കാൾ ദേഷ്യം വരും സാർ. അതായത് ഞാൻ കളിക്കുമ്പോൾ നോക്കുവാണെങ്കിൽ കോമ്പറ്റേറ്റീവ് സോണിലായിരിക്കും. അതുകൊണ്ട് ഞാൻ കളിക്കുമ്പോൾ ഒരു കാര്യം ആലോചിക്കുള്ളൂ, അതായത് ഞാൻ ഇന്ത്യനെ എങ്ങനെയാണ് ജയിപ്പിക്കേണ്ടതെന്നുള്ളതൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവൻ കൊടുത്ത് ക്രിക്കറ്റ് കളിക്കുന്നത്. ചില സമയത്ത് ഞാൻ പോലും അറിയണ്ട ഞാൻ ശരിക്കും ദേഷ്യപ്പെടുന്നത്. പക്ഷേ അതിന് ചില സമയങ്ങളിൽ, അതായത് താങ്കൾ വന്ന സമയങ്ങളിൽ താങ്കൾ റിക്കി പോണ്ടിങ്ങിന്റെ കൂടെ ഒരു വഴക്കുണ്ടാക്കിയില്ലേ? സാർ, അദ്ദേഹം വഴക്ക് പറഞ്ഞതാ. ആരെങ്കിലും വഴക്ക് പറയുമ്പോൾ നമ്മൾ താങ്ക് യു അല്ലല്ലോ, വഴക്കല്ലേ കൂടുന്ന, നല്ല ദേഷ്യം വരുന്ന പോലെ തന്നെ. സ്പെഷ്യലി ആരെങ്കിലും ഈ പുറത്തുനിന്ന് വരുന്ന പ്ലേയേഴ്സ്, പിന്നെ എൻ്റെ അനിയന്മാരായി ഇവിടെയുള്ള ആരെന്നെ പന്ത് പറഞ്ഞാലും ഞാനത് ഏറ്റെടുക്കും. അത് വലിയ രീതിക്ക് താങ്കൾക്ക് ദേഷ്യം വരുമോ? അതായത് ലേമനെ കണ്ടപ്പോൾ എന്തോ പറഞ്ഞു, ഏതോ ചീത്ത വിളിച്ചെന്നാണ് കേട്ടത്. ഓസ്ട്രേലിയൻസ് ഒക്കെ നോക്കുവാണെങ്കിൽ അവരായിരിക്കും എപ്പോഴും വലിയ സുപ്പീരിയർ എന്ന് അവർ വിചാരിക്കുന്നത്. ആരെക്കൊണ്ട് അവരെ തോൽപ്പിക്കാൻ പറ്റില്ലെന്നും അവർ ഭയങ്കര ഡോമിനേറ്റിംഗ് ആയിരിക്കുന്ന അവരുടെ വിചാരം. പിന്നെ ഞാനിന്ന് വരുന്ന ജനറേഷൻ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഞാനൊന്നും പഠിച്ചില്ല. ഞാൻ പഞ്ചാബിൽ നിന്ന് വന്ന ഒരാളാണ്. അതുകൊണ്ട് മനസ്സിൽ നിന്നൊന്നും മറയ്ക്കാണ്ട് ഉള്ള കാര്യം ഞാൻ നേരടിയായിട്ട് മുഖത്ത് നോക്കി തന്നെ പറഞ്ഞേക്കും. ഞാൻ ആരോടും തെറ്റായിട്ട് സംസാരിക്കാനും പാടില്ല, തെറ്റായിട്ട് ഒന്നും പറയാനും പാടില്ല. അങ്ങനെയുള്ള സമയത്ത് നമ്മളോട് വന്ന് എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞാലോ, നമ്മൾ ആരാന്ന് കാണിക്കണ്ടേ? അതല്ലേ ശരി. ലെമന്റെ അടുത്ത് താങ്കൾ എന്താണ് ചെയ്തത്? താങ്കൾ ബാറ്റിംഗ് അല്ലേ ചെയ്തത്? ഞാൻ ബാറ്റ് ചെയ്യുന്ന സമയത്ത് അവൻ കളിയാക്കിക്കൊണ്ടിരുന്നു തന്നെ. ആദ്യം എന്തെങ്കിലും ഒന്ന് പറയും, പിന്നെ എന്തെങ്കിലും ഒന്ന് പറയും. അതുപോലെ ഞാനും വളരെ കൺട്രോളായിട്ട് ഇരുന്ന് നോക്കിയതാ, പക്ഷേ പറ്റിയില്ല. പാവം അവൻ്റെ വയറും എന്തോ വലുതായിട്ടിരുന്നു. അതുകൊണ്ട് ആ വള്ളിയൊക്കെ കിടന്ന് ആടുമായിരുന്നു. മറ്റേ ശക്തി കപൂർ ആടുന്നു. അവനെന്നോ അവൻ്റെ ഇഷ്ടത്തിനൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നത്. പകുതി എനിക്ക് മനസ്സിലായുള്ളൂ. ഇംഗ്ലീഷ് ആയതുകൊണ്ട് അത്രത്തോളം മനസ്സിലായില്ല. ഞാൻ ഒരുപാട് ടെൻഷനായി, പക്ഷേ അവൻ അടച്ചില്ല. ഞാൻ ടെൻഷനിൽ അവനെ നോക്കിയ, അതുകൊണ്ട് എന്താ പറയേണ്ടതെന്ന് പോലും അറിയില്ലായിരുന്നു. അവൻ്റെ വയറ് കണ്ടപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് എന്നാണ്. വല്ലാണ്ട് ടെൻഷനായി പോയിരുന്നു. എന്തോ ഞാൻ തെറ്റായ വാക്കാ പറഞ്ഞ പോലെ അവൻ ടെൻഷനായി പോയ. അവൻ അത് കേട്ട് ഷേൻവാൻ്റെ അടുത്ത് പോയി പറഞ്ഞപ്പോൾ ഷേൻവാൻ അത് കേട്ട് ഷേൻവാൻ എൻ്റെ അടുത്ത് വന്ന്, എടാ നീ ഇങ്ങനെയാണോ പറഞ്ഞെന്നാ ചോദിച്ചത് എൻ്റെ അടുത്തപ്പോൾ. ഐ ഫീൽ ലുക്ക് അറ്റ് ഹിസ് സ്റ്റൊമക്ക് എന്നാണ് ഞാൻ പറഞ്ഞു. കാരണം പ്ലേയേഴ്സിന് കുടവര് കാണാൻ പാടില്ല, ഹി ഹാവ് ടു ബി ഫിറ്റ്. പക്ഷേ എനി ഹൗ ഇറ്റ് വാസ്, ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലായിരുന്നു അവനെ. മെഗ്രാത്തിനെ താങ്കൾ വെറുതെ വിട്ടില്ല. മെഗ്രാത്ത് എന്നെ ഒരുപാട് ഇട്ട് പണിയിപ്പിച്ചതായിരുന്നു. അപ്പോൾ ഓരോ ബോളും ഇട്ടതിന് ശേഷം നിങ്ങൾ ആ ക്ലിപ്പിംഗ് എടുത്ത് നോക്കുകയാണെങ്കിൽ അറിയാം, എന്തെങ്കിലും ഒരു വാക്ക് അദ്ദേഹം എന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അന്ന് ഞാൻ ബാറ്റിംഗ് നല്ലപോലെ ചെയ്തുകൊണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് എന്താ ടെൻഷൻ എന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ ടോപ്പ് ബാറ്റ്സ്മാനെയായിരുന്നു ഞാൻ ഔട്ട് ചെയ്തത്. ഞാൻ ഇവൻ്റെ അടുത്ത് പോയി കുടുങ്ങിയല്ലെന്ന് അദ്ദേഹം വിചാരിച്ചു. സോ അദ്ദേഹം ഓരോ പ്രാവശ്യവും ഓരോ ബോളിന് ശേഷവും എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു ഇങ്ങനെ. അതിനുശേഷം ഞാനും പിന്നെ അതൊക്കെ പറയാൻ തുടങ്ങി വായി തോന്നുന്നത്. അതായത് അദ്ദേഹം ഒരു ഫ്രേസ് പറയുമ്പോൾ ഞാൻ 3 എണ്ണമായിരിക്കും പറയുന്നത് എൻ്റെ വായിന്ന്. അദ്ദേഹം 2 പറയുമ്പോൾ ഞാൻ 5 ആയിരിക്കും പറയുന്നത്. ഒരു കാലത്ത് അവർ പിന്നെ വിട്ടുതോല, ഇവൻ എന്ത് ചെയ്താലും അതൊക്കെ അവൻ ശരിയാക്കി എന്തെങ്കിലും ബെറ്റർ ആയിരിക്കും, ഇവൻ്റെ അടുത്ത് സംസാരിക്കാൻ പാടില്ലെന്ന്. അപ്പോൾ ഒരു ടൈം ഉണ്ടായിരുന്നു ഓസ്ട്രേലിയയിൽ. പിന്നെ അവർ അവിടുന്ന് എന്നെ സ്ലെഡ്ജ് ചെയ്യുന്നതും വിട്ടിരുന്നു. അദ്ദേഹം എന്നെ എപ്പോൾ സ്ലെഡ്ജ് ചെയ്താലും അവരുടെ ബാറ്റ്സ്മാനെ ഞാൻ വിടത്തില്ല. അതിൻ്റെ ഒപ്പം 5ഉം 6ഉം വിക്കറ്റ് ഞാൻ എടുത്തുകൊണ്ടിരിക്കും. ഒരു സമയത്ത് പിന്നെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, അദ്ദേഹം എന്നെ കാണുമ്പോൾ നല്ല കാര്യമാണ്. അതുകൊണ്ടാണോ താങ്കൾ ആൻഡ്രൂ സൈമൺസിനെ മങ്കിന്ന് വിളിച്ചത്? ഇല്ല, ഞാനങ്ങനെ പറഞ്ഞില്ല സാർ, ഞാനങ്ങനെയൊന്നും പറഞ്ഞില്ലായിരുന്നു. അവരുടെ കുറ്റാരോപണം എന്താന്ന് വെച്ചാൽ, ഇപ്പോൾ സാർ ഒരു കുറ്റാരോപണം എൻ്റെ മേത്ത് പറഞ്ഞില്ലേ, അതുപോലെയാ. ഇപ്പോൾ നിങ്ങൾ എന്നോടൊരു വാക്ക് പറഞ്ഞില്ലേ, ഞാനങ്ങനെ പറഞ്ഞില്ല. ഞാനിപ്പോൾ നിങ്ങളുടെ അമ്മേനെ അവരുടെ അടുത്ത് പറഞ്ഞു. ഞാനെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, നോർമലി നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങളുടെ അമ്മയുടെ കണ്ണ് പോലും ആയിരിക്കും അത് എത്രത്തോളം ഭംഗിയുണ്ട്. അദ്ദേഹം അടുത്ത് എന്താ പറയുന്നതെന്ന് പോലും കേട്ടില്ല. അതിനിപ്പുറം പറഞ്ഞത്, നിങ്ങളുടെ അമ്മയുടെ കൈ കൊണ്ട് ഒരു റൊട്ടി കഴിക്കാൻ ആഗ്രഹമുണ്ട്. നെക്സ്റ്റ് എന്താ പറയാൻ പോകുന്നത് പോലും കേട്ടില്ല അദ്ദേഹം. അദ്ദേഹത്തിന് ഹിന്ദി അറിയില്ലല്ലോ. അപ്പോൾ എനിക്കെങ്ങനെ ഇംഗ്ലീഷ് മനസ്സിലാവുന്നത്? പക്ഷേ പാകിസ്ഥാനി പ്ലേയേഴ്സിന് താങ്കളുടെ പഞ്ചാബി നന്നായിട്ട് മനസ്സിലാകും അല്ലേ? തീർച്ചയായിട്ടും അവർക്ക് നന്നായിട്ട് മനസ്സിലാവും. പഞ്ചാബിലെ ആൾക്കാർ ഞങ്ങളൊരു വാക്ക് പറയുവാണെങ്കിൽ, ഇവിടെയുള്ള പഞ്ചാബീസ് ആയിക്കോട്ടെ അവിടെയുള്ള പഞ്ചാബീസ് ആയിക്കോട്ടെ, അത്രത്തോളം ഒന്നും മനസ്സിലാവാണ്ടിരിക്കത്തില്ല. എല്ലാം ഒന്നല്ലേ. അവരെയും ശരിക്കും ചീത്ത വിളിക്കാറില്ലേ?
ഇല്ല, ഞാൻ അവരെയൊന്നും പറഞ്ഞില്ല. പക്ഷേ ഒരുപക്ഷെ ഗ്രൗണ്ടിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടാവാം. അവർ വഴക്ക് പറഞ്ഞിരുന്നാൽ ഞാനും പറഞ്ഞിട്ടുണ്ടാവും. ഷോയിബ് അക്തറിനെ താങ്കൾ ചീത്ത പറഞ്ഞതായിട്ടും കേട്ടു. അദ്ദേഹം ഒരുപാട് വഴക്ക് പറഞ്ഞിരുന്നു ഷോയിബ് അക്തർ. ഷോയിബ് അക്തർ ഒന്ന് എങ്ങനത്തെ ഒരു പേഴ്സണാന്ന് വെച്ചാൽ അദ്ദേഹം ഞങ്ങളൊപ്പം നല്ലപോലെ മെൽറ്റായി മിങ്കിളായിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഞങ്ങളൊപ്പം വരും, നല്ലപോലെ കഴിക്കും, പോവും. പക്ഷേ കള്ളൊന്നും കുടിക്കത്തില്ല കേട്ടോ. പക്ഷേ നല്ല കഴിക്കും. പക്ഷേ ഞങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നത്, അതുകൊണ്ട് അപ്പോൾ നല്ലപോലെ ഞങ്ങൾ ക്ലോസ് ആയിരുന്നു അങ്ങോട്ട്. അത് ഓവറായിട്ട് എടുത്തിട്ട് വായിക്ക് വന്നതൊക്കെ പറഞ്ഞു എന്നാണ് വിചാരിച്ചു പോയത്. പിന്നെ ഇതുവരും ഗെയിമല്ല. താങ്കൾ വഴക്കും പറഞ്ഞു, പിന്നെ ഇല്ല, അതിനനുസരിച്ച് ഞാൻ ആദ്യം 6 അടിച്ചു. അതുകൊണ്ട് അദ്ദേഹം വളരെ ഷോക്കായി, ഇവൻ എങ്ങനെ ഇത് അടിച്ചെന്ന്. അതിനുശേഷം അവർ പറഞ്ഞു അവർ ചെയ്ത ബോൾ ബൗൺസ് ആയെന്നൊക്കെ. അതിനുശേഷം അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്തൊക്കെ അങ്ങോട്ട് വിളിച്ചു പറയാൻ ആരംഭിച്ചു. അതിനുശേഷം ഞാനും അതിനുള്ള ഉത്തരം കൊടുത്തു. അദ്ദേഹം എന്തൊക്കെ പറഞ്ഞു അതിൻ്റെ മറുപടി ഞാൻ കൊടുത്തതായിരുന്നു. ഞാൻ കുറഞ്ഞ ഒരാളല്ലല്ലോ. പക്ഷേ ഗെയിം തീർന്നതും വൈകിട്ട് എല്ലാവരും ഒരുമിച്ചായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ അപ്പോൾ താങ്കൾ പറഞ്ഞതൊന്നും ഇവിടെ പബ്ലിക്കിനോട് പറയാൻ സാധിക്കില്ലല്ലേ? ഇല്ല, അത് എന്താ കാര്യം എന്ന് വെച്ചാൽ പബ്ലിക്കായിട്ട് അങ്ങനെ ചെയ്തിരിക്കാൻ പാടില്ല. അവിടെയും ശരി, അത് എന്നെക്കൊണ്ട് ഒഫീഷ്യലായിട്ട് പറയാൻ പറ്റില്ല. ഇപ്പോൾ ആ കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ വളരെ വിഷമമുണ്ട് എനിക്കും കൂടെ. എല്ലാവരും ഫ്രണ്ട്സായിട്ട് ഇരുന്നിട്ട് പോലും അങ്ങനെ പബ്ലിക്കായിട്ട് സംസാരിക്കാൻ തെറ്റാ. പബ്ലിക്കലി ഞാൻ അങ്ങനെ സംസാരിച്ചിരിക്കാൻ പാടില്ല. പോലും റൂമിൽ വന്ന് അടിക്കും എന്നൊക്കെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു. അത് സത്യമാണോ? അതെ, അദ്ദേഹം റൂമിൽ കയറി നല്ലപോലെ തല്ലി ചതയ്ക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. ഞാനും നോക്കി, വാ നമുക്ക് നോക്കാം ഒരു കയ്യിൽ നിന്ന് പറഞ്ഞേ. ആക്ച്വലി ഞാൻ കുറച്ച് പേടിച്ചു പോയി, കാരണം അദ്ദേഹം ഒരു ബോഡി ബിൽഡറിനെ പോലെയുള്ള ഒരു വട്ടം അദ്ദേഹം എന്നെയും പിന്നെ യുവിനെയും പിടിച്ച് നല്ലപോലെ കളിക്കുകയാണെങ്കിൽ പോലും റൂമിലിട്ട് തല്ലി ചതച്ചു. യുനോ അദ്ദേഹം വലിയ സ്ട്രോങ് ആണ്. 3 പേരുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിനെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അദ്ദേഹം അപ്പം യുവിനെ എടുത്ത് ഒരൊറ്റ വീശ അങ്ങോട്ട് കൊടുത്തത്. യുവി എന്നേക്കാൾ വണ്ണമുള്ള ആളാ. യുവിനെ പൊക്കിയെറിഞ്ഞ് എനിക്ക് പേടിയായിട്ട്, കാരണം ഞാൻ മെലിഞ്ഞല്ലേ ചേട്ടാ, എന്നെ വിട്ടേരെ, എന്നെ തല്ലല്ലേ ചേട്ടാ എന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ എന്ത് ചെയ്യാനാ, എല്ലാം നമ്മുടെ ഫ്രണ്ട്സ് അല്ലേ. അപ്പോൾ അവരൊക്കെ അവരവരുടെ നാടിന് വേണ്ടി കളിക്കുന്ന പ്ലേയേഴ്സ് അല്ലേ. ഇതൊക്കെ വലുതാക്കാനൊന്നുമില്ല. താങ്കളും കളിയാക്കാനൊന്നും മോശക്കാരനല്ലല്ലോ. പാകിസ്ഥാൻ ടീം തോൽക്കുന്ന സമയത്ത് അവരുടെ ഡ്രസ്സിംഗ് റൂമിന്റെ മുന്നിൽ പോയി കളിയാക്കുമെന്നാണ് കേട്ടത്. ഇല്ല, അതൊരു വട്ടമായിരുന്നു നടന്നത്. 2003 ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് ഉണ്ടായിരുന്നു. അത് വേൾഡ് കപ്പ് മാച്ച്. അതിൽ ഒരുപാട് പ്രഷർ ഉണ്ടായിരുന്നു. ആ ഒരു മാച്ചായിരുന്നു ഞാൻ കളിക്കാണ്ടിരുന്നത്. അപ്പോൾ യൂസഫ് ഖാൻ, മറ്റേ മുഹമ്മദ്, പിന്നെ മുഹമ്മദ് യൂസഫ് ഖാൻ, ഇവരോടൊപ്പമൊക്കെ വഴക്കായി ഡ്യൂറിങ് ദ ലഞ്ച് ബ്രേക്ക്. അതുകൊണ്ട് അത് നല്ലപോലെ ഒരു ഫീലായിപ്പോയി മനസ്സിൽ, നീയാണോ ഞാനാണോ എന്നുള്ള രീതിക്ക്. പക്ഷേ മാച്ച് ജയിച്ചതിന് ശേഷം വളരെയധികം സന്തോഷമായിരുന്നു. അവിടെ നമ്മുടെ മ്യൂസിക് റണ്ണിങ് ആയിരുന്നു. അപ്പോൾ ഞാനവിടെ നല്ലപോലെ ഡാൻസ് കളിക്കാൻ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. മാച്ച് കാണാനായിട്ട് ഒരുപാട് ദൂരത്തു നിന്ന് ആൾക്കാർ വന്നു, ഇന്ത്യയിൽ നിന്നൊക്കെ. അപ്പോൾ അവരുടെ ഒപ്പം ചേർന്ന് ഞാനും കൂടെ കളിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ മാച്ച് ജയിച്ചത് വളരെ നല്ലതായിരുന്നു. ഒന്ന് പാകിസ്ഥാനെ തോൽപ്പിക്കുന്ന ആ സന്തോഷം തന്നെ വേറെയാണല്ലേ സർ. ഫോർ മീ ആസ് എ പ്ലെയർ, ഏതൊരു വലിയ ടീമിനെ തോൽപ്പിച്ചാലും അത് വളരെ സന്തോഷമായിരിക്കും. ആൻഡ് പാകിസ്ഥാനിലുള്ള ടീമും വലിയൊരു ടീമായിരുന്നു അന്ന്. വാസിം അക്രം, വക്കാർ യൂനസ്, അവരുടെ ബൗളിംഗ് ലൈൻ നോക്കുവാണെങ്കിൽ സക്ലൈൻ മുസ്താഖ്, ഷോയബ് അക്തർ, ഇവരൊക്കെ ബൗളിംഗ് ലൈനേഴ്സ് ആയിരുന്നു. ബാറ്റിംഗ് നന്നായിട്ട് ചെയ്യും. സയ്യിദ് അർനൂർ പോലെ നല്ല ബാറ്റ്സ്മാനൊക്കെ ഉണ്ടായിരുന്നു അവരുടെ ടീമിൽ. സോ അതൊരു സ്പെഷ്യൽ ഗെയിമായിരുന്നു, സ്പെഷ്യൽ മൂമെൻറ്റ്സ് ഉണ്ടായിരുന്നു അന്ന്. സോ ഐ ഫീൽ ഇന്ത്യ പാകിസ്ഥാൻ എന്ന് മാച്ച് കളിച്ചാലും അതിൽ പ്ലേയേഴ്സിനേക്കാളധികം മീഡിയയാണ് അത് ഒരുപാട് ഹൈപ്പാക്കി വിടുന്നത് തന്നെ. അതവർ എന്തോരം വലിയ ഗെയിമായിട്ടാണ് മാറ്റുന്നതെന്ന് വെച്ചാൽ, അതല്ലാണ്ട് വേറെ ഗെയിമൊന്നും ഇല്ല എന്നുള്ള രീതിക്ക് അവർ മാറ്റുന്നത്. എന്നെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യക്ക് ഒരു കോമ്പറ്റേറ്റർ ഉണ്ടെന്ന് വെച്ചാൽ അത് ഒന്നുകിൽ സൗത്ത് ആഫ്രിക്ക, ഇല്ലെങ്കിൽ ഓസ്ട്രേലിയ, ഇല്ലെങ്കിൽ ഇംഗ്ലണ്ട്. ഈ ഒരു 3 ടീമാണ്. മറ്റുള്ള ടീംസിനേക്കാൾ ഐ ഫീൽ ഞങ്ങൾ ചിലപ്പോൾ 10 പ്രാവശ്യം മാച്ച് കളിക്കുവാണെങ്കിൽ എനിക്കറിഞ്ഞൊരു 7 വട്ടം തോൽപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ. ഓസ്ട്രേലിയയെ താങ്കൾ സ്ലഡ്ജ് ചെയ്യുന്നത് എല്ലാവരും ഇഷ്ടപ്പെടും. പാകിസ്ഥാനി പ്ലേയേഴ്സിനോട് അങ്ങനെ ചെയ്താലും എല്ലാവരും ഇഷ്ടപ്പെടും. പക്ഷേ താങ്കൾ എന്തുകൊണ്ടാണ് ശ്രീശാന്തിന്റെ ചെവിക്കല്ല് നോക്കി അടിച്ചത്? ഇല്ല, ആക്ച്വലി അവൻ വല്ലാത്ത ഒരു കുസൃതിയാണ് കാണിച്ചത്. ഇല്ല, അത് എൻ്റെ തെറ്റും കൂടിയാണ്. കാരണം ഗ്രൗണ്ടിൽ ഞാൻ അറിയാണ്ട് ഒരുപാട് കുസൃതി കാണിച്ചു പോയെന്ന്. ഇപ്പോഴെന്നല്ല, ഞാൻ ഓരോ ഇൻ്റർവ്യൂവിലും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ലൈഫിൽ ചില കാര്യത്തിൽ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. അതിൽ നിന്ന് ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട്. പിന്നെ ശ്രീശാന്തിൻ്റെ സമയത്ത് നോക്കുവാണെങ്കിൽ ഞാൻ അതിലും ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ വിചാരിച്ച് വിഷമിക്കുവാണ്. പക്ഷേ അവൻ കരയാൻ സ്റ്റാർട്ട് ചെയ്തു. ഞാനെന്തോ അവനെ ഒരുപാട് തല്ലിയതുപോലെ. അങ്ങനെയൊന്നുമില്ല. ബട്ട് എനിഹൗ സർ, ദാറ്റ് വാസ് സംതിങ്. അതൊരുപോലെ അതെങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ, ഇതെല്ലാവർക്കും അറിയാം അവനാണ് ആ തെറ്റ് ചെയ്തിട്ടുള്ളതെന്ന്.
മറ്റുള്ള എല്ലാവർക്കും ഞാനിപ്പോൾ പറയുവാണ് ഐ എം റിയലി സോറി, ഞാൻ അന്ന് അങ്ങനെ ചെയ്തിരിക്കാൻ പാടില്ല, ചെയ്ത കാര്യത്തെ ഞാൻ ഇപ്പോഴും പക്ഷെ ഗിൽറ്റാണ്. താങ്കൾ എവിടെയാണ് ഇതൊക്കെ പഠിച്ചത്? എവിടുന്നാ പഠിച്ചെന്നോ? അല്ല, അതായത് പഠിച്ചിട്ടേയില്ല ഇത്രയും എപ്പിസോഡ് കഴിഞ്ഞിട്ടും. ഇല്ല, അതിനുശേഷം ഞാൻ ആരെയും തല്ലിയിട്ടില്ല. അടിച്ചില്ല, പക്ഷെ അടിക്കുന്ന റേഞ്ചിലേക്ക് എത്തി അമ്പാട്ടി റാവുവിനോട്. ഇല്ല സാർ, ഞാനത് മനസ്സിലാക്കി കൊടുക്കാൻ പോയതാ. അതായത് ഒരു 5-6 വർഷത്തിന് മുന്നേ ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ വെച്ചാൽ പഴയ പോലെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചേനെ. നമ്മൾ എങ്ങനത്തെങ്കിലും ഒരു ഗ്രൗണ്ടിൽ കളിക്കുന്ന സമയത്ത് പല സമയത്ത് മിസ്ഫീൽഡ് ചെയ്യും, ഞാനും ചെയ്തിട്ടുണ്ട്, ബൗളറുടെ അടുത്ത് വഴക്ക് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയുള്ള യങ്സ്റ്റേഴ്സ് എല്ലാവർക്കും ഞാനൊരു അഡ്വൈസ് തരാൻ ആഗ്രഹിക്കുവാണ്. ഗ്രൗണ്ടിൽ എല്ലാവരും തന്നെ എഫേർട്സ് ഇടും, ബട്ട് ദ ഹിറ്റ് ഓഫ് ദ മൂമെന്റ് നമുക്ക് തോന്നുവാണെങ്കിൽ ആ ബോള് അവൻ പിടിച്ചിരിക്കണമെന്നായിരിക്കും. ആസ് എ ബൗളറായിട്ട് നിങ്ങൾ അങ്ങനെ പക്ഷേ റിയാക്ട് ചെയ്യാൻ പാടില്ല. അത് നടക്കും, പക്ഷേ ബൗളർ അങ്ങനെ റിയാക്ട് ചെയ്യാൻ പാടില്ല ഫീൽഡർ എന്തെങ്കിലും കാണിച്ചാലും. ഒരുപാട് സമയം ഡ്രസ്സിംഗ് റൂമിൽ പോയി ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട അവസ്ഥ വരും. 6 പിടിച്ചിരിക്കാമല്ലോ, പിന്നെ പറയും ഓക്കെ കുഴപ്പമില്ല, നമുക്ക് നോക്കാം, ഇനി ഒരു വട്ടം ആവട്ടെ എന്നൊക്കെ. സോ നെക്സ്റ്റ് ടൈം ട്രൈ ചെയ്യണം. ആ സമയത്ത് നിങ്ങൾ റിയാക്ട് ചെയ്യാൻ പാടില്ല, കാരണം ബൗളർ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ തന്നെ ഇരിക്കണം. അതുപോലെ ഫീൽഡർ എന്തെങ്കിലും പറയുവാണെങ്കിലും നിങ്ങൾ താങ്കൾ ഈ ആംഗ്രി യങ് മാൻ ബുക്ക് വിരാട് കോഹ്ലിയാണ് ഫോളോ ചെയ്യുന്നതെന്ന് കേട്ടു. അദ്ദേഹവും വളരെ ദേഷ്യക്കാരനാണ്. സാർ, അത് പിന്നെ ആംഗ്രി യങ് മാൻ എന്ന് പറയുന്നൊരു ബുക്കാണെങ്കിൽ അത് അധികം ഇൻട്രസ്റ്റ് ആണെന്ന് പോലും പറഞ്ഞേക്കാം. നിങ്ങളത് ആംഗ്രി യങ് മാൻ ബുക്കാണെന്നാണ് പറയുന്നത്. ഈ ഒരുപാട് ഇൻട്രസ്റ്റ് ഒക്കെ മനസ്സിൽ നിന്ന് വരുന്നൊരു കാര്യമാണല്ലോ. അവരെ സംബന്ധിച്ച് വിജയിക്കണം, അത്ര തന്നെ. അതിനുവേണ്ടി എന്ത് വേണമെങ്കിലും അവർ ചെയ്യും, അതാണ്. അങ്ങനെയാണ് കളിച്ചിട്ടുള്ളത്. ആൻഡ് ഗുഡ് ടു സീ വിരാട് കോഹ്ലി, ദ വേ ഹി കണ്ടക്ട് ഹിംസെൽഫ്, ഐ ഫീൽ ഇറ്റ്സ് ബ്രില്യൻറ്റ്. ദിസ് ഈസ് ദ വേ ഫോർവേഡ്. ക്രിക്കറ്റിൽ അതായത് നല്ല ബോഡി ലാംഗ്വേജ് വേണം, ഇന്ത്യക്ക് വേണ്ടി പോരാടണം, ഇന്ത്യക്ക് നമ്മളൊരു നല്ല റിസൾട്ട് കൊടുക്കണം, അങ്ങനത്തെ ഒരു നല്ല സ്പിരിറ്റ് നമ്മൾ കൊടുത്തിരിക്കണം. അതുപോലെ വിരാട് കോഹ്ലി എൻ്റെ അടുത്തുനിന്ന് അത് എടുത്തിരുന്നാൽ പോലും, ഇല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ളിൽ അത് ഇരുന്നാൽ പോലും, ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇരുന്നാൽ പോലും, അത് വിച്ച് ഇസ് എ ഗ്രേറ്റ് സൈൻ ടു ടേക്ക് ഇന്ത്യൻ ക്രിക്കറ്റ് ടു ദ ഗ്രേറ്റ് സൈൻ. പക്ഷെ അത്രത്തോളം അഗ്രസീവ് ആകാൻ പാടില്ലെന്ന് പലരും പറയാറില്ലേ? അതായത് ഓരോ മനുഷ്യർക്കും അവരുടെ ലിമിറ്റ് എന്താണെന്ന് നല്ലപോലെ അറിയാം. അതല്ലാണ്ട് ബാക്കിയുള്ളവർ അവരുടെ ഇഷ്ടത്തിനെല്ലാം അവർ പറയും, അതവരുടെ പണിയാണല്ലോ. അപ്പോൾ ജീവിതം അതിനു വേണ്ടിയാണോ അതോ നമുക്ക് വേണ്ടിയാണോ ജീവിക്കുന്നതെന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ ഓവർ ദ ലിമിറ്റ് ഒന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല. ഭക്ഷണം അധികം കഴിക്കാൻ പാടില്ല, കാരണം അതും ജീർണമാവത്തില്ല. സോ അഗ്രഷനും അതേപോലെ കൺട്രോൾഡ് ആയിരിക്കണം, അതും പിന്നെ ലൈഫിൽ ജീർണമായെന്ന് വരില്ല. താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. അദ്ദേഹം ഒരു അത്ഭുതകരമായ പ്ലെയറാണ്. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ കരിയർ വളരെ ഉയർത്തി. താങ്കളും അതിനുവേണ്ടിയുള്ള കോൺട്രിബ്യൂട്ട് നിറയെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ താങ്കളാണ് വളരെ സീനിയർ പ്ലെയർ. വിരാട് കോഹ്ലിയും ഇതുപോലെ അഗ്രസീവായിട്ട് കളിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഓഡിയൻസിൽ ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടോ? താങ്കൾ. സർ, എല്ലാവർക്കും അറിയാം, അതായത് നിങ്ങളൊരു ഗുഡ് ബാറ്റ്സ്മാൻ ആൻഡ് ഗുഡ് ബൗളർ ആണ്. നിങ്ങൾക്ക് പിച്ചിൽ എന്താണ് കളിക്കാൻ ആഗ്രഹം? ഒരു ബൗളറായിട്ടാണോ അതോ ബാറ്റ്സ്മാൻ ആയിട്ടാണോ സർ? ഇതാ നോക്കൂ, ഞാൻ ഫസ്റ്റ് ബൗളറാണ്. ആൻഡ് അത് പ്രൂവ് ചെയ്യാനായിട്ട് ഞാൻ ഒരുപാട് പോരാടുന്നുണ്ട്. അതേസമയത്ത് എനിക്ക് തന്നെ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് എന്നെക്കൊണ്ട് ബാറ്റിങ്ങോ ബൗളിങ്ങോ ശരിക്കും ചെയ്യാൻ പറ്റാത്തതെന്നാണ്. അങ്ങനെ ഞാൻ എന്നെ തന്നെ ഒരുപാട് ചോദ്യം ചെയ്യുന്നതുകൊണ്ടാണ് വരുന്ന ദിവസത്തെ എന്നെക്കൊണ്ട് കളിക്കാൻ പറ്റുന്നത്. ഞാനൊരു ബൗളറാണ്, എനിക്ക് ബൗളിംഗ് ഭയങ്കര ഇഷ്ടവുമാണ്. അതുമാത്രമല്ല, ഞാൻ ബാറ്റിംഗ് നന്നായിട്ട് തന്നെ ചെയ്യും. ഞാൻ ഒരിക്കലും തളരത്തില്ല, എല്ലാം നല്ലപോലെ ഫേസ് ചെയ്യും. ഞാൻ പറ്റുന്ന അളവിന് എതിർത്ത് നിന്നിരിക്കും. ഞാൻ ഫസ്റ്റ് ടൈം ഇന്ത്യൻ ടീമിൽ സെലക്ട് ആയപ്പോൾ താങ്കളുടെ പേരൻസിന്റെ റിയാക്ഷൻ എന്തായിരുന്നു സർ? എൻ്റെ അച്ഛനും അമ്മയും വളരെ സന്തോഷപ്പെട്ടു, ഒരുപാട് പ്രൗഡായെന്നാ പറഞ്ഞത്. പക്ഷേ അവരെ കൊണ്ട് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അത് സംഭവിച്ചു പോയല്ലോ. അങ്ങനെ സെലക്ട് ആയത് എന്നെ കൊണ്ട് വിശ്വസിക്കാൻ വയ്യ. എൻ്റെ ഡാഡിക്കും ഫോൺ വന്നിരുന്നു. എൻ്റെ ഫ്രണ്ട് അരവിന്ദ് സിംഗ് എൻ്റെ ടീമിലുണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഫോൺ വന്നു. അപ്പോൾ എൻ്റെ വീട്ടിൽ ഫോണൊന്നും ഇല്ലായിരുന്നു. അതായത് അടുത്ത വീട്ടിൽ പോയാണ് ഫോൺ സംസാരിക്കേണ്ടത്. അപ്പോഴാണ് പറഞ്ഞത്, ഇതാ ഇങ്ങനെ ഹർഭജൻ സിംഗിനെ ടെസ്റ്റ് മാച്ചിന് വേണ്ടി സെലക്ട് ചെയ്തതായിട്ട് അവർ പറഞ്ഞിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛന് വിശ്വാസമില്ലായിരുന്നു, ഇങ്ങനെ ഡൗട്ടായിട്ടാണ് പറഞ്ഞത്. അച്ഛൻ എൻ്റെ അടുത്ത് പറയുമ്പോൾ എനിക്കും വിശ്വാസമില്ലായിരുന്നു, എന്തോ കോമഡിക്ക് ആരോ പറഞ്ഞതെന്നാണ് ഞാൻ വിചാരിച്ചത്. അതുമല്ലാണ്ട് അരവിന്ദ് സിംഗ് എപ്പോഴും വല്ലാണ്ട് കോമഡി ചെയ്യുന്ന ആളാണെന്ന് എനിക്കറിയാമല്ലോ. പക്ഷേ ഞങ്ങൾ വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്യുമായിരുന്നു, ഇങ്ങനെ ന്യൂസ് വരും എന്നൊക്കെ പറഞ്ഞ് കാത്തിരിക്കുമായിരുന്നു. അതുവരെ വിശ്വസിച്ചില്ല, കാരണം പക്ഷേ വൈകുന്നേരം ന്യൂസ് വന്നപ്പോൾ വളരെയധികം സന്തോഷമായിരുന്നു എല്ലാവർക്കും തന്നെ. ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ള എല്ലാവരും തന്നെ ഞങ്ങളുടെ വീട്ടിലോട്ട് തന്നെ വന്നിരുന്നു ഇറങ്ങി. അതായത് അത് വളരെ ഒരു ഹാപ്പി മൂമെൻ്റ് ആയിരുന്നു. അതായത് ആ സമയത്ത് അത് മറക്കാൻ കഴിയില്ല. എൻ്റെ ലൈഫിൽ ഒരുപാട് മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരുന്നു അത്. മറക്കുകയില്ല ഞാൻ.